ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാന്ന് വെച്ചാൽ എന്തിനെ കുറിച്ചാന്ന് വലിയ ഐഡിയ ഇല്ല. ടോപ്പാണ്. അത് മാക്സി ഡ്രസ് ആവാം, ലോങ് ഡ്രസ് ആവാം, അണ്ടർ നീ ലെങ്ത് ടോപ്പ് ആവാം. അങ്ങനെ ഞാൻ എന്തിന് ബേസ് ചെയ്തിട്ടാന്നുള്ളതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തു. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ടും അതിന് ഭംഗിയുണ്ടോന്നും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. കാണാനുള്ള ഭംഗിയും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പൊ ഫസ്റ്റ് ഡ്രസ്സ് ഇതാ ഇപ്പൊ വന്നതിൽ എന്റെ ഫേവറേറ്റ് ഡ്രസ്സാണ് ഇത്. ഞാൻ എന്തായാലും കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റിട്ടേൺ ചെയ്യില്ല എന്ന് ഞാൻ കൺഫേം ചെയ്തൊരു ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് ഇങ്ങനെ സ്ട്രാപ്പ് ഒക്കെ കൊടുത്തിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാവില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഡ്രസ്സ്, നല്ല ഭംഗിയുള്ള നീറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഓക്കെ, ഇതൊരു മാക്സി ഡ്രസ്സാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 446 രൂപയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ട്. പിന്നെ ഇതിന്റെ സൈസ് സ്മോൾ തൊട്ടിട്ട് എക്സൽ വരെയുള്ള സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ സൈസ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ മെറ്റീരിയൽ ആണ്. പിന്നെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്ലോറൽ പ്രിന്റഡ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഒരു വ്രിങ്കിൾ പോലെ തോന്നുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട്. അത് മനസ്സിലാവൂന്ന് അറിയില്ല, ഒരു പ്രിങ്കിൾ പോലെ തോന്നുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ നല്ല ലെങ്ത് ഉണ്ട്. അതേപോലെ തന്നെ ഇതുവരെ ഫിറ്റ് ആയിട്ട് പിന്നെ ഫ്ലെയർ ആയിട്ടാണ് ഡ്രസ്സ് വരുന്നത് കേട്ടോ. അപ്പൊ ഇട്ടിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുമായിരിക്കും. പിന്നെ പറഞ്ഞല്ലോ സ്ട്രാപ്പാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒന്നെങ്കിൽ ഇതിക്ക് ഞാൻ ഒരു ക്രോപ്പ് ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് സ്റ്റൈൽ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരു ഓവർകോട്ട് ഉണ്ട്. അത് രണ്ടും അതിന്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം. രണ്ടും ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. അപ്പൊ അത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ അത് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. യെല്ലോ ഷോൾ ഉണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവുമായിരിക്കും, പക്ഷെ എൻ്റെ അടുത്ത് യെല്ലോ ഷോൾ ഇല്ല. സോ ഞാൻ ഏതെങ്കിലും ഒരു ഷോൾ എടുത്തിട്ടാണ് ഇത് ഞാൻ സ്റ്റൈൽ ചെയ്ത്. സൈഡിൽ വീഡിയോ കണ്ടോളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിനെ കുറിച്ച് പറയാനില്ല. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കാം കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. രണ്ടാമത്തെ ഡ്രസ്സ് കേട്ടോ. ഇതും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ട്, പക്ഷേ ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. അതുകൊണ്ട് ക്വാളിറ്റി ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര വെയിറ്റ്ലെസ് ആയിട്ട് തോന്നുന്നുണ്ട് നമുക്ക്. കാണുമ്പോൾ കുറച്ച് ഇല്ല, സംഭവം ക്വാളിറ്റി ഇല്ല എന്ന് തോന്നുന്ന രൂപത്തിലുള്ള വെയിറ്റ്ലെസ് ആയിട്ട് തോന്നുന്നു. പിന്നെ എന്താ പറയാനുള്ള വെച്ചാൽ ഇതൊരു എന്താണ് ഫ്ലെയർ ഒന്നും ഇല്ലാത്തൊരു എയർലൈൻ ഡ്രസ്സാണ് വന്നിട്ട്. പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ 282 രൂപയുള്ളൂ കേട്ടോ. അതിനുള്ള വേർത്ത് ഉണ്ട്. പിന്നെ ഞാൻ വാങ്ങിയ സമയത്ത് 300 സംതിങ് എത്ര ആയിരുന്നു, ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് പറയാം. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ഒരുപാട് കളർ ഉണ്ട് കേട്ടോ. ഗ്രീന്, വയലറ്റ്, പിങ്ക്, സ്കൈ ബ്ലൂ, അങ്ങനെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെതെന്ന് വെച്ചാൽ എക്സ് സ്മോൾ തൊട്ടിട്ട് ലാർജ് വരെയാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ ആണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ കളർ കോമ്പിനേഷൻ ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഗ്രേയും വൈറ്റും കൂടി ഉള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരുപാട് നല്ല കളേഴ്സ് ഉണ്ട്, അതിലും വൈറ്റ് കോമ്പിനേഷൻ ആയിട്ട് തന്നെ വരുന്നത്. അപ്പൊ അത് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ ഇതും എബോ നീ ആണ് കേട്ടോ. ടോപ്പ് ലെങ്ത് വന്നിട്ട് എബോ നീ ആണ്. ഈ ഒരു ഏരിയ ഒക്കെ നമ്മുടെ ഷർട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് കോളർ ഉണ്ട്, പിന്നെ രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്, ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എല്ലാ ബട്ടൺസും ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാ ബട്ടൺസും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്കിത് പറയുകയാണെങ്കിൽ പ്യുവർ ക്വാളിറ്റി തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇതിന്റെ ത്രെഡൊക്കെ എവിടേക്കോ പൊന്തി കിടക്കുന്നുണ്ട്. എന്തായാലും അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിന്റെ സ്ലീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ലീവ് കണ്ടില്ല, ഇത് റോളപ്പ് ചെയ്ത സ്ലീവ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ഒക്കെ ഷർട്ട് ലൈക്ക് ആണ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ലീവ് റോളപ്പ് ചെയ്തിട്ട് അവിടെ ഒരു ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബട്ടൺസ് നമുക്ക് ഇതാക്കാൻ പറ്റില്ല കാരണം തുന്നി വെച്ചതാണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് ഷോർട്ട് സ്ലീവ് ആണ്. പിന്നെ ഓക്കെ, ഞാൻ വാങ്ങിയ സമയത്ത് ഇതിന്റെ 326 രൂപയായിരുന്നു കേട്ടോ.
ഇനിയൊന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ ഡ്രസ്സാണ്. അപ്പൊ എന്റെ വോയിസ് കുറച്ച് ഞാൻ റൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. എന്റെ മൈക്ക് മിസ്സായി പോയി, എവിടെയാണെന്നൊന്നും അറിയത്തില്ല, അപ്പൊ കാണാനില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഉറക്കെ സംസാരിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉറക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, മൂന്നാമത്തെ ഡ്രസ്സ് ഏതാന്ന് നോക്കാം. മൂന്നാമത്തെ ഡ്രസ്സിന്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം. അതേപോലെ തന്നെയാണ് കേട്ടോ ഡ്രസ്സ് വന്നിട്ട്, പക്ഷെ കുറച്ച് ലെങ്ത് കൂടിയ പോലെ എനിക്ക് തോന്നി. ലെങ്ത് നല്ല ലെങ്ത് ഉള്ള പോലെ തോന്നി എനിക്ക്. മുട്ട് വരെയൊക്കെ ഉണ്ട് കേട്ടോ. അണ്ടർ നീ ലെങ്ത് ആണ്, പക്ഷെ അത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ അതിന്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെറ്റീരിയലിന്റെ പേര് ഞാൻ വിട്ടുപോയി, ഇവിടെ കൊടുക്കാം കേട്ടോ മെറ്റീരിയലിന്റെ പേര്. അതിന്റെ പ്രൈസ് വന്നിട്ട് 262 രൂപയാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടൊരു ടോപ്പ്, സ്ലീവ്ലെസ് ആണ് ടോപ്പ് വന്നിട്ട്. അപ്പൊ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഒരു ടോപ്പായിട്ട് തോന്നി. പിന്നെ ഈ ഒരു കളർ, ലൈറ്റ് കളറൊക്കെ ഇപ്പൊ എല്ലാ ഡ്രസ്സിലും ലൈറ്റ് പിങ്ക് ലൈറ്റ് ഒക്കെ ഇപ്പൊ നന്നായിട്ട് കളിക്കുന്ന ഒരു കളറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് സ്യൂട്ട് ആയപ്പോ എടുത്തതാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയാൻ എന്താ വെച്ചാൽ ഇതൊരു കട്ടിയുള്ള മെറ്റീരിയൽ ആണ്, അതേപോലെ തന്നെ കുറച്ച് വലിയുന്ന ടൈപ്പാണ് കേട്ടോ. നല്ല കട്ടിയുണ്ട് കേട്ടോ, നമുക്ക് വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കട്ടിയുണ്ട്. ഒരു സിമ്പിൾ ഒരു ഡ്രസ്സല്ല, കുറച്ച് കട്ടിയിലൊക്കെ എടുക്കുന്ന ഒരു ഡ്രസ്സ്. പിന്നെ എന്താ, നമുക്ക് ഡെനിമിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. റൗണ്ട് നെക്കാണ്, പിന്നെ സെന്ററിലൂടെ ഇങ്ങനൊരു സംഭവം പോകുന്നുണ്ട്. അപ്പൊ അത് കാരണം ഇത് മറിച്ചിട്ടാണോ തിരിച്ചിട്ടാണോ എന്നുള്ളത് ഒരു ചെറുതായിട്ട് കൺഫ്യൂഷൻ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, മൈക്ക് എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ നല്ല ഉറക്കെ പറയുന്നത്. ഓക്കെ, ഇനി അതിക്ക് പെയർ ചെയ്തിട്ടാണ് ഞാനൊരു പാന്റ് വാങ്ങിയിട്ടുണ്ട്. നാലാമത്തെ സാധനം ഞാൻ ഇതിക്ക് പെയർ ചെയ്തിട്ട് ഒരു പാന്റ് മേടിച്ചതാണ് കേട്ടോ. അപ്പൊ ഇതാണ് പാന്റ് വന്നിട്ട്. നല്ല ഭംഗിയുള്ള നല്ല സിമ്പിൾ പാന്റ്. ഇത് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതല്ല. നിങ്ങൾക്ക് ഇതിന്റെ സൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്ര ചെറിയ പാന്റ് പോലെ തോന്നുന്നുണ്ട്, പക്ഷെ ഒരു 10 to 12 ഇയേഴ്സിന് വേണ്ടി മേടിച്ചതാണ്. പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്യും. ഇതിക്ക് പെയറും ചെയ്യാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 322 രൂപയാണ്. 322 രൂപക്ക് വേർത്ത് ആണ്. പിന്നെ കുറച്ച് വെയിറ്റ്ലെസ് ആണ്. ഇതും വലിയുന്നൊരു ടൈപ്പാണ്, കണ്ടില്ല, വലിയുന്നൊരു ടൈപ്പാണ്. ഇത് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാർഗോ ടൈപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഈ 322 രൂപക്ക് വേർത്ത് ആണ്. അപ്പൊ വിട്ടിട്ടുള്ള വീഡിയോസ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ, കിട്ടുവാണെങ്കിൽ ഞാൻ കൊടുക്കാം. ഇതിന്റെ സൈസിന് കറക്റ്റ് ആണെങ്കിൽ ഞാൻ ഇടാം, ഇല്ലെങ്കിൽ ഓക്കെ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രസ്സാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, അത് ഇപ്പൊ വന്നിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത്. ആക്ച്വലി കോഡ് സെറ്റ് ആണ് കേട്ടോ. ഞാൻ മൈക്ക് ഇല്ലാത്തതുകൊണ്ട് എത്രത്തോളം സൗണ്ടിലാണ് നിങ്ങൾക്ക് കേൾക്കാന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഇതൊരു കോഡ് സെറ്റ് ആണ്. ഇത് പൊട്ടിച്ച് നോക്കിയതിന് ശേഷം ബാക്കി ഞാൻ പറയാം കേട്ടോ. ആക്ച്വലി ഇത് പോളിസ്റ്റർ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട്. പോളിസ്റ്റർ പോലത്തെ ഒരു മെറ്റീരിയൽ. പോളിസ്റ്റർ ആണെന്ന് ഞാൻ ഉറപ്പ് പറയുന്നൊന്നുമില്ല, എനിക്ക് തൊടുമ്പോൾ മനസ്സിലായത് പോളിസ്റ്റർ ആണെന്നാണ്. ഇതിൽ എഴുതിയിട്ടുള്ളത് എന്തോ പേര് ഞാൻ ഇതവിടെ കൊടുക്കാട്ടോ, പേരെന്താന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, ഇത് ഒരു പാന്റ് ഉണ്ട്, പോക്കറ്റ് ഒക്കെ ഉള്ള ഒരു നല്ല നോർമൽ പാന്റ് ആണ്. ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കുറെ ഫ്ലോറൽ പ്രിന്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരു ടോപ്പ് പാന്റ് ആണ്. പിന്നെ ഇതിക്ക് കുറച്ച് ബ്ലാക്ക് കളറാണ്, അതിൽ കുറെ ഫ്ലവേഴ്സ് ഒക്കെ വൈറ്റും ഓറഞ്ചും റെഡും അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സംഭവം. നല്ല വെയിറ്റ്ലെസ്സും ആണ് കേട്ടോ. അപ്പൊ ഈസി ടു യൂസ് ആയിരിക്കാം. ഇതിന്റെ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത്, ഒരു കോളർ നെക്കാണ് വന്നിട്ടുള്ളത്, ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് സെന്ററിൽ. പിന്നെ കൈ, അതിന്റെ സ്ലീവ് വന്നിട്ട് 3/4 ആണ്, പഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പാന്റിലുള്ള അതേ പാറ്റേൺ തന്നെയാണ്, എങ്കിലും ഫ്ലോറൽ പ്രിന്റഡ് ആണ്. ബ്ലാക്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തൊരു ഡിസൈൻ ആണ്. ഇതൊരു ലുക്ക് ലൈക്ക് ഒരു ഷർട്ട് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബട്ടൺസ് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ബട്ടൺസ് ഇല്ല. പിന്നെ നേരെ പിന്നെ ഫിറ്റ് ആയിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ട്, അതായത് ടോപ്പിൽ ഫിറ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ ഫ്ലെയർ ആയിട്ട് പോകുന്ന ഒരു ടൈപ്പിലാണ്. ഇതും ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. പിന്നെ സ്റ്റിച്ചിങ്ങിന്റെ കാര്യമൊക്കെ അടിപൊളിയാണ്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് സ്മോൾ ആണ്. ഇത് സ്മോൾ തൊട്ടിട്ട് എക്സൽ വരെ ഇതിന്റെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ 410 രൂപയാണ്, അതാണല്ലോ ഹൈലൈറ്റ്. 410 രൂപയാണ്. 410 രൂപക്ക് ഉള്ള വേർത്താണ്. പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ തന്നെ കുറച്ച് പോളിസ്റ്റർ ആണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പോളിസ്റ്റർ പോലെ തോന്നുന്നുണ്ട്. ആവാം, മേ ബി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. വേറെ അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ.
അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക. പിന്നെന്താ പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ലൈക്കും ഷെയറും ആണ് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനലിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീഡിയോസ് കാണുന്നവരൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് കാണുന്നതുകൊണ്ടാണ് കമന്റിൽ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും കമന്റ് കാണാൻ നിങ്ങൾക്ക് ലിങ്ക് കിട്ടാനുണ്ടെങ്കിൽ ലിങ്ക് എന്താ എവിടെയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നേരത്തെ കൊടുക്കാൻ വിട്ടു പോവുകയാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.